ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ശക്തമായ മഴയെ തുടർന്ന് വടക്കാഞ്ചേരി ഒന്നാംകല്ല് കുമ്പാരനഗർ റോഡ് പൂർണ്ണമായും തകർന്നടിഞ്ഞു. റോഡ് തകർന്നതോടെ പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതത്തിലാണ്. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നത്. കുന്നിൻ മുകളിൽ പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നത് മൂലം ചെട്ടിക്കുന്ന് പ്രദേശത്ത് നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നതാണ് റോഡ് തകരാൻ പ്രധാന കാരണം. റോഡ് തകർന്നതോടെ പ്രദേശത്തേക്ക് ഒരു വാഹനത്തിന് പോലും പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിന് പോലും വാഹനം വിളിക്കാൻ കഴിയാതെ ജനങ്ങൾ വലയുകയാണ്. അതിൽ നമ്മൾ ഈ റോഡ് 2023-2024 പദ്ധതി വെച്ച് നടപ്പാക്കിയ റോഡാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ആൾക്കാർ ഈ കുന്നുകളൊക്കെ നിരത്തി വീടുകൾ വയ്ക്കുമ്പോൾ ആ വെള്ളം മൊത്തം കുത്തിയൊലിച്ച് ഈ റോഡിലേക്കാണ് വിടുന്നത്. അങ്ങനെ ആ ചെട്ടിയംകുന്ന് എന്ന് പറഞ്ഞൊരു കുന്നായിരുന്നു. അവിടുന്ന് വരുന്ന കുത്തിയൊലിച്ച് വരുമ്പോൾ ഈ റോഡ് തകർന്നു. അപ്പോൾ ഈ വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ റോഡ് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നഗരസഭയിൽ പദ്ധതി ഉൾപ്പെടുത്തിയത്. അങ്ങനെ ടാർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ഫുൾ കോൺക്രീറ്റിങ് അറ്റം മുതൽ ഏറ്റം വരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാനയിടാനുള്ള സൗകര്യമില്ല. കാനകളെല്ലാം തൂർത്ത് ഓരോരുത്തരും മതിലുമ്പോൾ വെള്ളം വന്ന് തട്ടുമെന്ന് വിചാരിച്ചിട്ട് ഉള്ള വേസ്റ്റൊക്കെ കൊടുത്തിട്ട് വീട് കുളിച്ചതിൻ്റെ വേസ്റ്റൊക്കെ സൈഡുകളിൽ കൊടുത്തിടും. അപ്പോൾ ടാറിങ് റോഡിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ പൂർണ്ണമായും തകരുകയാണ്. കളിമൺ തൊഴിലാളികൾ ഏറെയുള്ള ഈ പ്രദേശത്ത് അസംസ്കൃത വസ്തുക്കളുമായി വാഹനങ്ങൾ എത്താതായതോടെ ഇവരുടെ തൊഴിലും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കുന്നിൻ മുകളിൽ നിന്ന് ശക്തമായ വെള്ളച്ചാലായി വെള്ളം ഒഴുകിയെത്തുന്നതിനാൽ ഇവിടെ ടാർ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ഇവിടെ കാന നിർമ്മിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നിലവിലുണ്ടായിരുന്ന ചാലുകൾ പ്രദേശവാസികൾ തന്നെ മൂടിയ നിലയിലുമാണ്. ഈ സാഹചര്യത്തിൽ റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുവാനുള്ള നടപടികളാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ റോഡ് പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കുന്നിൻ മുകളിൽ നിന്നുള്ള ശക്തമായ ഒഴുക്കിൽ തകർന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുമെന്നും വാർഡ് കൗൺസിലർ സുമയ്യ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ 15-ാം ഡിവിഷൻ കുമ്പാരനഗർ റോഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ശക്തമായ കുത്തിയൊലിച്ചിൽ മൂലം റോഡ് ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓൾറെഡി മുന്നേ കയറിയ അവസരത്തിൽ തന്നെ 26-27 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് ഈ ചെട്ടിയംകുന്നിൽ നിന്നുള്ള വെള്ളം അങ്ങനെ ഒരു കാണില്ലാത്തതുകൊണ്ട് നേരെ റോഡിലൂടെ വന്ന് അങ്ങനെയാണ് ഈ റോഡിന് നാശനഷ്ടം സംഭവിച്ചത്. പിന്നെ പുതിയ റോഡ് വെട്ടിയത് മൂലം അവിടെ നിന്നുള്ള വെള്ളം എല്ലാം കൂടി ഈ റോഡിൻ്റെ നടുവിലൂടെ വന്നിട്ടാണ് ഇപ്പോൾ ഇതാകെ നാശമായിരിക്കുന്നത്. ഇവിടുത്തെ നിവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിലോ നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഈ റോഡ് ഭാഗികമായിട്ടല്ല മുഴുവനായിട്ട് ഒറ്റയടിക്ക് തന്നെ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നഗരസഭയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ TS ആയ പക്ഷം തന്നെ നമ്മൾ ഉടൻ തന്നെ അത് സ്വീകരിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ റോഡ് നേരാക്കി കൊടുക്കുന്നത്. വിഷയത്തിൽ മുൻ കൗൺസിലർ സലാമും അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. You are watching VCV News.